ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മുടെ ചെറുക്കനായിട്ട് നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ്. ഓക്കെ, അപ്പം അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം, അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് രാവിലെ തന്നെ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ ഇന്നലെ ചെറുക്കനെ മറ്റേ ട്രിപ്പ് കഴിഞ്ഞിട്ട് ട്രിപ്പിന് വണ്ടി വിട്ടിട്ട് നമ്മൾ നേരെ വണ്ടിയായിട്ട് ഇങ്ങ് പോകുന്നായിരുന്നു. കടന്നു രാവിലെ ഞാൻ വണ്ടിയും കാര്യങ്ങളെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടെന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിന്ന് വീടും കാര്യങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പം നമ്മുടെ ചെറുക്കൻ ട്രിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇനി ഒരു പുതിയ വീട്ടിലായിരിക്കും നമ്മുടെ വണ്ടി കൊണ്ടിട്ടുന്നത്. അപ്പോൾ തൽക്കാലത്തേക്കുള്ള ഒരു ഷിഫ്റ്റിംഗ് ആണ്. നമ്മൾ അവിടെ ഇപ്പോൾ പുതിയ വേറൊരു വീട്ടിലോട്ട് പോകണം. അവിടെ പോയിട്ട് നമ്മളവിടെ കുറച്ച് നാൾ കാണും. അവിടെ നിന്ന് വന്നിട്ട് വേറെ ഒരു വീടും കാര്യങ്ങളെല്ലാം തപ്പി കണ്ടുപിടിച്ച് അങ്ങോട്ട് മാറാനായിട്ടാണ് പ്ലാൻ. ഇവിടെ നിന്ന് തന്നെയാണെങ്കിലും ഇനിയിപ്പോൾ നിൽക്കുന്നില്ല, ഇവിടെ നമ്മൾ തന്നെയാണെങ്കിലും നിർത്തി പോരുവാണ്. കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഹൗസ് ഓണറുമായിട്ട്. നമ്മളൊരു വണ്ടി എടുത്തത് അത്യാവശ്യം നല്ല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നാട്ടിൽ. നമ്മുടെ വണ്ടി ആകുമ്പോഴത്തേക്ക് ട്രിപ്പ് എടുക്കാനാണെങ്കിലും വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ലോക്കലും കാര്യങ്ങളെല്ലാം ഇട്ടൊക്കെയാണ് വരുന്നത്. അപ്പം ഭയങ്കര പ്രശ്നമാണ്. ഇതവിടെ നടക്കത്തില്ല, നിനക്ക് വണ്ടി ഇടണമെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടിടാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസം വന്നു. സോ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ കൊടുക്കേണ്ട ക്യാഷ് റെഡി പേയ്മെൻറ്റ് ഈ മാസത്തെ റെൻ്റ് ഉൾപ്പെടെ എല്ലാം കൊടുത്തു. നമ്മളപ്പോൾ ഇന്ന് ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പുതിയ വീട്ടിലോട്ട്, അതായത് പുതിയ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പഴയൊരു വീടാണ് കേട്ടോ. അവരൊക്കെ പുതിയ വീട്ടിലോട്ട് മാറിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഉപയോഗിക്കാണ്ട് കിടക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അവൻ കുറച്ച് നാളേക്ക് നീ ഒന്ന് എടുത്തോടാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ വീട്ടിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെറുക്കനായിട്ട്. ഓക്കെ, അവിടെ ചെന്നിട്ട് ഞാൻ ആ വീടും കാര്യങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം. എന്നാണെങ്കിൽ നമ്മൾ തൽക്കാലത്തേക്ക് വരുമ്പം കുറച്ച് നാൾ അവിടെ നിന്നായിരിക്കും നമ്മുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ്, ഇത് നമ്മുടെ പുതിയ വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മളിപ്പോൾ താമസിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ വീട്ടിലോട്ട്, നമ്മളിപ്പോൾ മാറാൻ പോകുന്ന വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിഷ്വൽസും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. ഓക്കെ, ഇത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ വീടും കാര്യങ്ങളെല്ലാം. റൈറ്റ് സൈഡിലുള്ളത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്. ഓക്കെ, അപ്പോൾ ഈ വീടിൻ്റെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് ചെറിയൊരു വീടാണ്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, പണ്ടത്തെ വീടാണ്. അപ്പോൾ പണ്ടത്തെ മോഡലാണ് സംഭവം പണിതേക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് മാറ്റവും കാര്യങ്ങളൊക്കെ വരുത്താൻ ആ സൈഡിൽ പൊളിച്ചിട്ടേക്കുന്നു. ഓക്കെ, ഞാൻ പുറത്തിറങ്ങി കാണിച്ചു തരാം. ഇതാണ് വീടിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ആ സൈഡിൽ കണ്ടില്ലേ, അതാണ് അവിടെയാണ് ബാക്കി കാര്യങ്ങളെല്ലാം പണിയാനുള്ളത്. കണ്ടോ, അതെ നമ്മുടെ ചെറുക്കനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബസ് ഇടുന്നത് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതെ, ഈ സൈഡ് കണ്ടോ, ഈ ഡ്രസ്സ് ഇടുന്നതിൻ്റെ സൈഡ്. ഓക്കെ വെയിറ്റ്, അതെ ഈ സൈഡിലാണ് നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾക്കിപ്പോൾ ഒരു ഒറ്റ വണ്ടി ആയതുകൊണ്ട് സുഖമായിട്ട് ഇവിടെ കടന്നോളൂ. ഇപ്പോൾ ഫ്രണ്ടിൽ ഇട്ടണേ പോലും ഇടാം, പ്രശ്നമൊന്നുമില്ല, വേറെ ആളുടെ ശല്യവും ഇല്ല. ഓക്കെ, അപ്പം തൽക്കാലത്തേക്ക് ഇനിയിപ്പോൾ നമ്മുടെ വീട് കുറച്ച് നാളത്തേക്ക് ഇതായിരിക്കും. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി താക്കോലും കാര്യങ്ങളെല്ലാം മേടിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് പോവുകയാണ്. നമുക്കിനി പോയി നമ്മുടെ പഴയ വീട്ടിൽ നിന്ന് സാധനവും കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴത്തേക്ക് തുടങ്ങി നല്ല മഴയും കാര്യങ്ങളെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം മഴ കുറയാണ്ട് നമുക്ക് റോഡും കാര്യങ്ങളെല്ലാം കയറ്റാൻ പറ്റത്തില്ല. ഈ മഴയുടെ ഇത് കണ്ടിട്ട് ഇതിപ്പോൾ പെട്ടെന്ന് പോകുന്നുള്ള രീതിക്കാണ് തോന്നണത്. ഓക്കെ, ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്ന് വന്നും പോയിരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോയി വണ്ടിയും കാര്യങ്ങളെല്ലാം വിളിക്കണം, ലോഡും കാര്യങ്ങളെല്ലാം കയറിക്കൊണ്ട് വരാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിന് തന്നെ ഒരു വണ്ടിയുണ്ട് നമ്മുടെ അടുത്ത് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് അവൻ്റെ അടുത്ത് പോയി വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കണം. അപ്പം ഈ നമ്മൾ ഏകദേശം സ്ഥലത്ത് എത്താറുണ്ട്. ഈ ലെഫ്റ്റ് കയറുന്നിടത്ത് വണ്ടി ഇട്ടിട്ട് നമുക്ക് പോയി ഈ അവൻ്റെ അടുത്ത് പോയി വണ്ടിയും കാര്യങ്ങളെല്ലാം എടുക്കാം. നമ്മുടെ ചെറുക്കനെ ഇവിടെ കുറച്ച് നേരം കിടക്കട്ടെ. ഞാനായിരിക്കും ഇനിയിപ്പോൾ മറ്റേ വണ്ടി എടുക്കാൻ പോകണം. ഓക്കെ, ഇവനിപ്പോൾ കുറച്ച് നേരം ഇവിടെ നിർത്തിയിട്ടൊക്കെ സേഫാണ്. നമ്മുടെ ഇടയ്ക്ക് വന്ന് ചായ കുടിക്കുന്ന കടയാണ് ഈ സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ ചെറുക്കനും കാര്യങ്ങളെല്ലാം സേഫായിട്ട് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ പോവാം. ഗൈസ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം മഴയും കാര്യങ്ങളെല്ലാം മീനേയും തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ പോവുമായിരിക്കും, ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടുന്ന് പതുക്കെ നടന്ന് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ചെറിയൊരു നീല വെളിച്ചമല്ല, അതാണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ഈ ചെറുക്കനെ എടുത്തിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് പഴയ വീട്ടിൽ പോയി സാധനവും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പുതിയ വീട്ടിൽ കൊണ്ട് ഇറക്കണം. ഓക്കെ, ഒക്കെയാണ് ഇനി അടുത്ത പരിപാടി. അങ്ങനെ നമ്മൾ നൈസായിട്ട് വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടുന്ന് ഇറക്കിയിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ബാക്ക് എല്ലാം ഒരു രക്ഷയില്ല, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ കേട്ടോ. വണ്ടിയെക്കുറിച്ച് പറയുവാണെങ്കിൽ ഇവൻ്റെ പണിയും കാര്യങ്ങളെല്ലാം ഒന്നും കഴിഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒരു 60% ഗ്രാഫിക്സ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം കഴിഞ്ഞ മാസമാണ് ഈ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തത്. അപ്പോൾ എടുത്തപ്പോഴത്തേക്കും വണ്ടി നോർമൽ കളറായിരുന്നു, ഒരു
യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷനിലായിരുന്നു വണ്ടിയും കാര്യങ്ങളെല്ലാം വന്നിരുന്നത്. അപ്പോഴാണ് നമ്മുടെ നിയമവും കാര്യങ്ങളെല്ലാം ഇപ്പം മാറിയില്ല. UDO സർക്കാരും കാര്യങ്ങളെല്ലാം വന്നപ്പം മോഡിഫിക്കേഷനൊക്കെ ചെറിയ അളവും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വണ്ടിയിലും കാര്യങ്ങളെല്ലാം സംഭവം കാര്യങ്ങളെല്ലാം കയറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് വർക്കും കൂടെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇൻറ്റീരിയറിലും കാര്യങ്ങളെല്ലാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അത്യാവശ്യം മഴയും കാര്യങ്ങളെല്ലാം തുടങ്ങി. അങ്ങനെ നമ്മൾ അകത്ത് കയറി നിൽക്കുവാണ്. നമ്മുടെ ചെറുക്കൻ ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, നല്ല ഗ്രാഫിക്സും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ഇനിയിപ്പോൾ അടിയിലത്തെ നീല കളർ മാറ്റി അത് ബ്ലാക്ക് ആക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണെന്നല്ല, അതിന് ടൈം കിട്ടിയില്ല. ഓക്കെ, അപ്പം മഴയും കാര്യങ്ങളെല്ലാം കുറഞ്ഞ ടൈമിൽ നമ്മൾ നേരെ അകത്തോട്ട് കയറി വന്നു. സാധനവും കാര്യങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ടേ. സാധനവും കാര്യങ്ങളെല്ലാം ലോഡ് കയറ്റി ഫുൾ ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും ഒരു ചെറിയ വീട് ഷിഫ്റ്റ് ചെയ്യാനാണ് ഇത്രയും കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. ഇത് കൂടാണ്ട് നമുക്കൊരു ട്രിപ്പ് കൂടെ വരണം. നമുക്കിതിന് മാത്രം സാധനങ്ങളെന്ന് പറഞ്ഞാൽ സോഫയും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ചെറിയ കിച്ചൺ, ഫ്രിഡ്ജ്, കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജ്, കിച്ചണിൽ പിന്നെ വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള കുറേ ഇതും പരിപാടിയുണ്ട്. അത് കൂടാണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം അടുത്തത് ഒരു വരവ് എന്നു പറഞ്ഞാൽ നമ്മുടെ ബസ്സിൻ്റെ കുറേ ആക്സസറീസ്, കാറിന് കുറച്ച് ആക്സസറീസ്, ബാറ്ററികൾ, അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം അതെടുക്കാനാണ് അടുത്ത ട്രിപ്പ്. ഓക്കെ, അപ്പോഴത്തേക്ക് നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് പോവാണ്. ഗൈസ്, ഒന്നും പറയല്ല, ഞാൻ നാളെ ഒരു തടിവണ്ടി ഓടിക്കാൻ പോയില്ലേ, അതിൽ സുഖം. ചെറുക്കൻ എന്നെ ഒരു പോക്കാ പോകണമെന്നറിയോ, ഒന്നും അറിയണ്ട. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം ഇവിടെ കയറ്റിയിട്ടിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ എത്തി. ഇനിയിപ്പോൾ കണ്ട ഈ വണ്ടിയാണെങ്കിൽ പോലും നല്ല ഇതിനകത്തൊക്കെ ഇട്ട് സുഖമായിട്ട് തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ബസ്സാണെങ്കിലും നമുക്ക് വലിയ പ്രശ്നവും കാര്യങ്ങളില്ല, ആർക്കും ഒരു ശല്യവും ഇല്ല. അങ്ങനെ നമ്മൾ വണ്ടിയും കാര്യങ്ങളെല്ലാം സാധനം ഇറക്കാൻ എളുപ്പത്തിൽ വേണ്ടി റിവേഴ്സ് ഇറക്കിയിടുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സാധനവും കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ട് കാണിച്ചു തരാം. നമ്മുടെ സാധനം എല്ലാം ഇനി ഇറക്കണം. ഇറക്കി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കാണിക്കാതിരുന്ന സമയം കഴിഞ്ഞാൽ തീരിയല്ല, ഇഷ്ടംപോലെ സാധനം ഇറക്കാനുണ്ട്. ഓക്കെ, അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ 1.5 മണിക്കൂറത്തെ കഷ്ടപ്പാടിന് ശേഷം എല്ലാ സാധനവും കാര്യങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ തിരിച്ച് വണ്ടിയായിട്ട് പോവുകയാണ് അടുത്ത ലോഡും കാര്യങ്ങളെല്ലാം കയറ്റാനായിട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത്യാവശ്യം സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അതുപോലെ ഇനിയും വീഡിയോയ്ക്ക് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം തരിക. ഓരോ ദിവസം ഓരോരോ കണ്ടൻറ്റുമായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.